പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ 87ാമത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ പ്രാരംഭ മെസ്സേജ് പറയുവാൻ അനേക ദൈവദാസന്മാരുണ്ടായിട്ടും എന്നെ വളരെ സ്നേഹിച്ച് ഈ വിലപ്പെട്ട അവസരം എനിക്കൊരുക്കി തന്ന ദൈവസഭയുടെ ആദരണീയ ഓവർസിയർ റവറൻഡ് എം കുഞ്ഞപ്പി അവർകൾക്കും, ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കത്തുദാസൻ പത്തനാപുരം ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ വൈ ജോസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, നമ്മുടെ അസിസ്റ്റൻ്റ് ഓവർസിയർ റവറൻഡ് പി ജി മാത്യൂസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ പി ജെ ജെയിംസ്, നമ്മുടെ ഫീൽഡ് സെക്രട്ടറി പാസ്റ്റർ ഇ പഞ്ചറിയാൻ, നമ്മുടെ കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ടി എ ജോർജ്, നമ്മുടെ വൈപിയുടെ സ്റ്റേറ്റ് ഡയറക്ടർ പാസ്റ്റർ വൈ റെച്ചി, സെൻട്രൽ സ്കൂളിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാസ്റ്റർ ജോസ് ബേബി, ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പാസ്റ്റർ ജേക്കബ് പിട്ടി, അതുപോലെ മീഡിയ ഡയറക്ടർ പാസ്റ്റർ ജെ ജോസഫ്, മുൻ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡ്സായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെയുള്ള പ്ലാനിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ബോർഡുകളുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ സെക്രട്ടറി മറ്റത്തുകാല ജോസഫ് മറ്റത്തുകാല ഉൾപ്പെടെ വൈസ് പ്രസിഡന്റുമാർ, അനുഗ്രഹീതരായ ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ, സീനിയർ ശുശ്രൂഷകന്മാർ, ബഹുമാനരായ പി ജി ശൗമേൽ പാസ്റ്റർ, എം ഒ എലിയാസ് പാസ്റ്റർ ഉൾപ്പെടെ സീനിയറായ നമ്മുടെ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ആദരണീയരായ എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശിഷ്ട അതിഥികളായി നമുക്ക് രാത്രി നമ്മുടെ മധ്യത്തിലുള്ള അമേരിക്കൻ ഐക്യനാടുകളിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ബഹുമാന്യ റവറൻഡ് ടി വി ജോർജ് അവറുകൾ, റവറൻഡ് പി പി കുര്യൻ, റവറൻഡ് കെ ജെ മാത്യു, റവറൻഡ് പിജോയ് ജോൺസൺ, റവറൻഡ് ജോർജ് പാപ്പി, എല്ലാ ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മനോഹര ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിനും കടന്നു വന്ന എല്ലാ ബഹുമാന്യ ദൈവജനത്തിനും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും ഇന്ന് രാത്രി അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടുമാണ് ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ ബഹുമാനായ ഓവർസിയർ നമ്മുടെ ദൈവസഭയുടെ ചാർജ് എടുത്ത ശേഷം മുളക്കര സിയോൻ കുന്നിൽ പണിതു വരുന്ന ദീർഘവർഷങ്ങളിലെ ദൈവസഭയുടെ സ്വപ്നമായിരുന്ന നമ്മുടെ ഓഫീസ് കോംപ്ലക്സ്, BWCA പ്രൊജക്റ്റ് ബിൽഡിങ്, നമ്മുടെ ബൈബിൾ കോളേജ്, ഈ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വന്നാൽ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു അരാജകത്വം ഒന്ന് മാറി വളരെ മനോഹരമായ നിലയിൽ ഇതിൻ്റെ ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ മനോഹരമായി ഈ പ്രാവശ്യം കാര്യങ്ങൾ ക്രമീകരിച്ച ദൈവഭൃത്തൻ ചുരുങ്ങിയ 2 വർഷങ്ങൾ കൊണ്ട് വളരെ ശ്രേഷ്ഠകരമായ നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള നാളുകളിൽ വലിയവ നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവിൻ്റെ ദാസൻ ഈ സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററായിട്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ സഭാ ചാർജിൽ ഞാൻ ചക്കുളത്തെ സഭ ചാർജ് ഏൽക്കുന്നത്. അന്ന് മുതൽ അവിടെ ഒരു മിഷൻ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നാൾ മുതൽ ഒരു അനുജനെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ദൈവദാസൻ, അനേക ദൈവദാസന്മാർ ഇന്നുണ്ടായിട്ടും എനിക്ക് ഇത്ര വിലപ്പെട്ട അവസരം ഒരുക്കി തന്നതിൽ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ ഇന്നലെ ഊതിയ കാഹളം ഞാൻ കേൾക്കാൻ ഒത്തില്ല. ഇവിടെ ഇന്നലെ മനുഷ്യൻ ഊതിയ കാഹളം കേട്ടപ്പോൾ ഞായറാഴ്ച വീണ്ടും കേൾക്കാൻ കൊതിയായെങ്കിൽ താമസിയാതെ സാക്ഷാൽ ദൈവത്തിൻ്റെ കാഹളം കേൾക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇവിടുത്തെ ഒരു കാഹളം ഒന്നുകൂടെ കേൾക്കാൻ കൊതിച്ചെങ്കിൽ മനുഷ്യർക്കാർക്ക് ഊതാൻ കഴിയാത്ത വലിയ കാഹളം കർത്താവ് ഈ ദിവസങ്ങൾ ഊതാൻ പോകുകയാണ്. അത് ഊതിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജനറൽ കൺവെൻഷൻ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ആ കാഹളം താമസിയാതെ ഊതപ്പെടുവാൻ പ്രത്യാശയുള്ളവർ ഈ രാത്രി കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമ്മുടെ കുറിവാക്യം തന്നെ നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ച് വേഗത്തിൽ ലഭിച്ച സമയത്ത് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പിന്നാലെ അതിശക്തനായ ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേദി ഒരുക്കി ഞാൻ വേഗം ഇരിക്കുന്നതായിരിക്കും. ആ വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയുടെ
അടുത്ത ഞായറാഴ്ച അവസാനിക്കുന്ന കൺവെൻഷൻ്റെ ഓരോ സെക്ഷനുകളിൽ പകൽ രാത്രി വ്യത്യാസമില്ലാതെ വലിയ ആത്മപകർച്ച ഇവിടെ വ്യാപരിക്കുവാൻ, വചനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുവാൻ, ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന സകല മ്ലേച്ഛതാ ബിംബങ്ങളുടെ മേൽ ഇന്ന് രാത്രി എങ്ങും തൊടാത്ത കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തെ ഉടച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റിനകത്ത് അത് പൊടി പോലെ പാറി പറക്കുവാൻ ദൈവകൃപ ഇന്ന് രാത്രി ഈ പന്തല് വ്യാപരിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും അല്പ നിമിഷം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ലഭിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ, വചനവാദം ഞങ്ങൾക്കായി തുറക്കണമേ. മഹത്വം ഈ രാത്രി അങ്ങ് എടുക്കണം. ഏഴയെ പാദപീഠം താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. വളരെ ശ്രേഷ്ഠകരമായ ഒരു വചനമാണ് നമുക്ക് രാത്രി ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനെ കൊടുത്ത ആ ശ്രേഷ്ഠകരമായ വചനത്തിൽ നിന്ന് ആഴമായ ദൂതുകൾ ഓരോ സെക്ഷനുകളിൽ ദൈവദാസന്മാരുടെ പക്കൽ ഏൽപ്പിക്കുവാൻ നമ്മളെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ പകരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി പ്രസംഗം കുറഞ്ഞാലും ആരാധന കുറയ്ക്കേണ്ട. ഞാൻ ഈ ദിവസങ്ങളിൽ തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ദീർഘമായ 430 സംവത്സരത്തെ കഷ്ടത കണ്ട ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഏക പരിഹാരമാർഗം, ജനമേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടങ്ങൾ ഞാൻ അറിഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് അനേകരും സങ്കടങ്ങൾ ഉള്ളവർ ദൈവത്തെ കാണാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ കാണാൻ ആരും കയറിപ്പോകണ്ട. ഈ രാത്രി അവൻ നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇറങ്ങി വരുന്നവനാണ്. ഈ പന്തലിനകത്ത് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. 3 കാര്യം ദൈവം പറഞ്ഞു. 1, ഞാൻ കഷ്ടത കണ്ടു. 2, കണ്ണുനീര് കണ്ടു. 3, സങ്കടങ്ങൾ ഞാൻ അറിഞ്ഞു. 4, വിടിവിപ്പാനായി ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ എനിക്കും ഒരു വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം പറഞ്ഞ ഏക പരിഹാരമാർഗം ജനത്തോട് പറ, എന്നെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മാനുഷികമായ കാഹളം ഊതാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ശബ്ദം കാഹളം പോലെ നീട്ടി, കാഹളം പോലെ ഉയർത്തി ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്ക്. നീ ആരാധിച്ചാൽ വിടുതൽ മാത്രമല്ല, ഉയരത്തിൽ നീ ഇന്ന് രാത്രി ഒരു കാര്യം വിശ്വസിച്ചേച്ച് മടങ്ങിപ്പോക്കോ. ദൈവാത്മാവ് ഞാൻ തുടക്കത്തിൽ പറയാം. നീ ഇന്ന് രാത്രി ഇവിടെ ആത്മാവിൽ പരിസരം മറന്ന് ആരാധിച്ചേച്ച് വീട്ടിൽ ചെന്നാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും തരാൻ നിന്നെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ ദൈവം ഉയരത്തിൽ സൂക്ഷിച്ചത് മഞ്ഞിൽ പൊതിഞ്ഞ് ഈ രാത്രി പൊഴിച്ചിട്ട് തരാൻ എൻ്റെ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. എത്ര വർഷം പഴക്കമുള്ള വാഗ്ദത്തമായാലും ഇന്ന് രാത്രി വിശ്വസിച്ച് ആരാധിക്കുന്നവന് വേണ്ടി സ്വർഗ്ഗം അത് ഇറക്കി തരുവാൻ മതിയായവനാ. ഹല്ലേലൂയ. തീർന്നില്ല. ആരാധിച്ചവൻ രാവിലെ നോക്കിയപ്പോൾ കൂടാരവാതിക്കൽ മഞ്ഞ പൊഴിഞ്ഞു കിടക്കുകയാണ്. അവൻ മഞ്ഞ പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊത്തൻ പാര പോലെയുള്ള ഗുൽഗുല് പോലെയുള്ള വെളുത്ത നിറമുള്ള മഞ്ഞ ഇങ്ങനെ വർഷങ്ങളായി സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. ആരൊന്ന് ആരാധിക്കുമോ അവൻ ആരാധിക്കുമ്പോൾ അവന് വേണ്ടി പൊഴിക്കാൻ ദൈവം സൂക്ഷിച്ചു വെച്ചത് അവൻ കുനിഞ്ഞ് പറയിക്കൊണ്ടിരിക്കുമ്പോൾ കിഴക്കേ കടൽക്കരയിൽ നിന്നൊരു കാറ്റ് പോലെ ശബ്ദം വരുന്നു. എന്തെന്ന് നോക്കിയപ്പോൾ മൈലുകൾ ആഴത്തിൽ കിടന്ന ലിവ്യാതാനെ ആരാധിച്ച ജനത്തിന് വേണ്ടി കാടയാക്കി ചിറകുമുളപ്പിച്ച് ആരാധിച്ചവന്റെ കൂടാരത്തിൽ പറന്നു വന്നെങ്കിൽ ഈ 2ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ നീ ആരാധിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഉയർച്ച നന്മ മാത്രമല്ല, ആഴത്തിലെ അനുഗ്രഹത്തിന് ചിറക് മുളപ്പിച്ച് പറപ്പിക്കുവാൻ വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ദൈവസഭയുടെ വളർച്ചയ്ക്ക് അതിര് കൽപ്പിച്ച്, ദൈവദാസന്മാരുടെ ഉയർച്ചയ്ക്ക് അതിര് കൽപ്പിച്ച്, നിനക്കും നിന്റെ തലമുറയ്ക്കും ഇവിടെ വരെ വരാമെന്ന് പറഞ്ഞ് ദുഷ്ടാധിപത്യങ്ങൾ വഴി അടച്ചു വെച്ചെങ്കിൽ അടഞ്ഞ മണ്ഡലത്തിൽ നിന്ന് നിനക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വെള്ളം ചാടി പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവശക്തനായവനാ. ദൈവജനമേ, നീ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ഒരു ഉറവ, ഒരിക്കലും വറ്റാത്ത ഉറവ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസത്തെ മന്നയല്ല, ഒരു ദിവസത്തെ ഇറച്ചിയല്ല, ഒരു ദിവസത്തെ വെള്ളമല്ല. നീ എന്ന് വേർപെട്ട ആരാധന തുടങ്ങുമോ അന്നു മുതൽ നിന്റെ മരുഭൂമി യാത്ര തീരുന്നത് വരെ, സ്തോത്രം പറയാമോ,
ദൈവം പൊഴിക്കാൻ തുടങ്ങിയാൽ ഒരുത്തൻ അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം കാടയ്ക്ക് ചിറക് മുളപ്പിച്ച ഒരുത്തന് തടയാനൊക്കത്തില്ല. ദൈവം ഉറവ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നീ ഇന്ന് രാത്രി പരമാർത്ഥതയോടെ ആരാധിക്ക്. നിനക്ക് വേണ്ടി ദൈവം തുറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ 400 വർഷം കഷ്ടത അനുഭവിച്ച് പട്ടിണി പേക്കോലങ്ങളായി ചിറ്റുള്ളിയും ചീരയും തണ്ണിമത്തനും ഒക്കെ തിന്ന ജനം കണ്ണും കുടിഞ്ഞ് കവിള് പൊട്ടി വയറ് പൊട്ടി പേക്കോലങ്ങളായി വന്നത് ദൈവം കൊടുത്ത മന്നയും ദൈവം കൊടുത്ത ഇറച്ചിയും ദൈവം കൊടുത്ത വെള്ളവും കുടിച്ചപ്പോൾ ഒട്ടിയ കവിള് മാറി, ഒട്ടിയ വയറ് മാറി, കുഴിഞ്ഞ കണ്ണു മാറി, സ്തോത്രം, ഒരു ഷേപ്പൊക്കെ ആയി, ക്ലീൻ ഷേവായി, വെള്ള ഷർട്ടായി. സ്തോത്രം ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ടപ്പം ബാലാക്കിന് ഭയങ്കര അസൂയ. അന്നും മരുന്നില്ല, ഇന്നും മരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അസൂയ മൂത്ത് കഴിഞ്ഞപ്പം ബാലാക്ക് തീരുമാനിച്ചു ഇവന്മാരുടെ ഈ പുഷ്ടി വെച്ചുള്ള വരവ് ഒന്ന് തടയാൻ എന്നെ മാർക്കും. അവന് നേരിട്ടൊന്നും ചെയ്യാൻ വയ്യാത്തതിന് പ്രാഗാൻ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളിന്, അപ്പം അതിനാണല്ലോ വില, പ്രാഗാൻ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളിനെ സ്പെഷ്യലായി വിളിച്ചുകൊണ്ടൊന്ന് വിലയാ. അവൻ ആരാധിക്കുന്നവനെ ശപിക്കാൻ ആരാധനക്കാരൻ പോകുന്ന യാത്രയിൽ എതിരായി നിൽക്കുന്ന 4 പർവ്വത മുകളിൽ കയറി ശപിക്കാൻ നോക്കിയാലും വായിന്ന് വന്ന മുഴുവൻ വാക്കും അനുഗ്രഹത്തിന്റെ വാക്കാ. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വന്ന് വിളയാം ഒരു കാര്യം പറഞ്ഞു, ബാലാക്കേ, നമ്മുടെ ഒരു പരിപാടിയും ആരാധിക്കുന്ന യുവന്മാരോട് ഏക്കത്തില്ല. സ്തോത്രം ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര അസൂയ പിടിച്ചാലും പൊഴിക്കാൻ തുടങ്ങിയത് ദൈവമായതുകൊണ്ട്, ആഴത്തിലേത് പൊക്കി ചിറക് മുളപ്പിച്ച് ദൈവമായതുകൊണ്ട്, പാറയിലെ ഉറവ തുറന്നത് ദൈവമായതുകൊണ്ട് നമ്മൾ എത്ര ശപിച്ചാലും ഏക്കത്തില്ല. കാരണം ഇവന്മാരുടെ മീതെ നമ്മുടെ ശാപമേക്കാത്ത ഒരു മേഘമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ ആരാധിച്ച ഒരു ശാപവും നിനക്കേൽക്കത്തില്ല. നിന്റെ ഉയർച്ച കണ്ട്, നിന്റെ നന്മ കണ്ട്, നിന്റെ പുഷ്ടി കണ്ട് ആരൊക്കെ നിന്നെ ശപിക്കാൻ നോക്കുമോ ഒന്നും നിനക്കേൽക്കത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ വാത്സല്യ ദൈവദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ സ്റ്റേജിലുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ദുബൈ ചർച്ചകളിലെ പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ദൈവമേ, നിന്റെ ആദ്യ മഹത്വത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഇന്നലകളിലെ ദൈവപ്രവൃത്തി ആദ്യം ഒന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ലല്ലോ. യെരുശലേം എന്ന് പറയുന്ന പട്ടണം കൃപയാൽ ഒരു പ്രാവശ്യം കാണാനുള്ള ഭാഗ്യം എനിക്കുമുണ്ടായി. അനേക പ്രത്യേകതകൾ നിറഞ്ഞൊരു പട്ടണം. ഉൽപ്പത്തി 14 പറയുന്നത് ശാലേം, സമാധാനത്തിൻ്റെ നഗരം. 2 ശമൂവേലിൽ പറയുന്നു ദാവീദിന്റെ പട്ടണം, സിയോൻ കോട്ട. 2 ദിനവൃത്താന്തത്തിൽ പറയുന്നു യഹൂദ നഗരം, ദൈവത്തിന്റെ നഗരം. 48 സങ്കീർത്തനക്കാരൻ പറയുന്നു മഹാരാജാവിന്റെ നഗരം, വിശുദ്ധ നഗരം. യെശയ്യാ 1:21 പറയുന്നു വിശ്വസ്ത നഗരം, നീതിപുരം. ഉത്സവങ്ങളുടെ നഗരം, യഹോവയുടെ സിംഹാസനമുള്ള നഗരം, സത്യനഗരം എന്നൊക്കെ പേരുള്ള ഈ മനോഹരമായ ദേശം, പാപം ചെയ്ത് ദൈവത്തോട് മറുത്തു മത്സരിച്ച് ദൈവവചനത്തെ ത്യജിച്ച് ദൈവദാസന്മാരെ തള്ളി ദൈവത്തിന്റെ യാഗങ്ങളോട് മറുതലിച്ച് ഉത്സവങ്ങളോട് മറുതലിച്ച് പാപത്തിന്റെ കഠാരമായ ആഴത്തിൽ വീണ ജനത്തെ എൻ്റെ ദൈവം തള്ളി. അന്നും ദൈവത്തിന് സ്വഭാവത്തിന് മാറ്റമില്ല. 2010 ആയതുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലും ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ആഴ്ചയിൽ മാറ്റാൻ അവൻ മനുഷ്യനല്ല. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അന്ന് പാപം ചെയ്തവനോട് ദാക്ഷിണ്യമില്ലാതെ ദൈവം ഇടപെട്ടെങ്കിൽ ഇന്നും പാപം ചെയ്യുന്നവനോട് ദൈവം അങ്ങനെ ഇടപെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാപം ചെയ്ത് ദൈവകൃപയിൽ നന്യപ്പെട്ടു പോയ മനുഷ്യനായ ഇസ്രായേലിനെ 34 പ്രാവശ്യം, ഒരു സ്തോത്രം ഉറക്കെ പറയണേ,
34 പ്രാവശ്യം എൻ്റെ ദൈവം ശത്രു രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിമേൽ കുറുമ്പടിമേൽ പുരട്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ചെങ്കടൽ വിഭജിച്ച്, യോർദാൻ വിഭജിച്ച്, വാഗ്ദത്ത കനാനിക്കൊണ്ട പാലും തേനും കൊടുത്ത ദൈവം അനുദപിച്ചു മടങ്ങി വരുവാൻ അവസരത്തിന് വേണ്ടി 34 പ്രാവശ്യം ശത്രു രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ യെരൂശലേം പട്ടണത്തെ കുപ്പക്കുന്നാക്കി, മനുഷ്യവാസമില്ലാത്ത ശൂന്യതയുള്ള കുറുക്കന്മാർ വസിക്കുന്ന ദേശമാക്കി, അവരുടെ അരമനയും ആലയവും ഇടിച്ചു തകർത്തു, അവരുടെ മതിലുകളെ പൊളിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ട് ഉത്സവങ്ങളുടെ സ്ഥലമായിരുന്ന യെരൂശലേം, പണ്ട് ദൈവത്തിന്റെ നഗരമായിരുന്ന സിയോൻ കോട്ട, പണ്ട് ദാവീദിന്റെ പട്ടണമായിരുന്ന യഹൂദ, ഇന്ന് ശൂന്യമായി കിടക്കുന്ന കാഴ്ച. പ്രൈസ് ദി ലോർഡ്. ഭക്തനായ കരയുന്ന പ്രവാചകനായ യിരെമ്യാവ് ദൈവാത്മാവിൽ കണ്ടിട്ട് ശൂന്യമാകുന്നതിന് മുമ്പേ ഈ ജനത്തോട് പറഞ്ഞു, മടങ്ങി വന്നില്ലെങ്കിൽ, അനുദപിച്ചില്ലെങ്കിൽ, കരഞ്ഞുപവസിച്ചില്ലെങ്കിൽ, ദൈവകൃപ ഏറ്റെടുത്തില്ലെങ്കിൽ, നീ പാർക്കുന്ന മനോഹര നഗരത്തെ ഞാൻ ശൂന്യമാക്കുമെന്ന് എന്റെ ദൈവം പ്രവാചകനെ കൂടെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ, മുഖം നോക്കാതെ ദൂത് പറഞ്ഞ പ്രവാചകനെ ചങ്ങലക്കിട്ട് പൊട്ടക്കനിലാക്കി കർണത്തടി കൊടുത്തു മാറ്റിയപ്പോൾ ഇവർ വിചാരിച്ചു പ്രവാചകനെ തല്ലിയ പ്രശ്നം തീരുമെന്ന്. തീർന്നില്ല. പ്രവാചകൻ എന്തു കണ്ടോ അത് സംഭവിച്ചു. ഒരു സ്വത്രമുറക്കെ പറയണമേ. അന്നും ഇന്നും നീതിയുള്ള വിശുദ്ധ പ്രവാചകന്മാരുടെ വാക്കുകളെ ജനം തള്ളിക്കളയുകയും കള്ളപ്രവചനം പറയുന്ന പ്രവാചകന്മാരുടെ ദൂത് ജനം ഏറ്റെടുത്തിട്ട് അവർ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രവാചകൻ പ്രവചിച്ചത് സംഭവിച്ചു. നെബൂഖദ്നേസർ 3 ഘട്ടമായി വന്ന് ഇസ്രായേലിനെ ഉഴുത് മറിച്ച് യെരൂശലേമിനെ തകർത്തു തരിപ്പണമാക്കി, മതിലുകളെ തീ വെച്ച് ചുട്ട്, വാതിലുകളെ കത്തിച്ച്, യൗവനക്കാരെ കൊന്ന്, ഭണ്ഡാരങ്ങളെ എടുത്തുകൊണ്ട് അവരുടെ പോകുവാനിടയായി. അവരുടെ നേതാവിനെ ബന്ധിച്ചു, അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു, അവനെ ചങ്ങലക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളുടെ ആരാധന നഷ്ടപ്പെട്ടു, വർഷങ്ങളുടെ ഉത്സവം നഷ്ടപ്പെട്ടു. ജനമില്ലാത്ത നഗര ശൂന്യമായി കിടക്കുന്നത് ആത്മാവിൽ കണ്ടിട്ട് പ്രവാചകൻ കരഞ്ഞ കരച്ചില വിലാപങ്ങളുടെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ കരയുന്ന ഭക്തൻ പറയുകയാണ്, ദൈവമേ, നീ യെരൂശലേമിനെ ശൂന്യമാക്കിയല്ലോ, അവരുടെ മനോഹര വസ്തുക്കളെ കവർന്നു കൊണ്ടുപോയല്ലോ, അവരുടെ യൗവനക്കാരെ കൊന്നുകളഞ്ഞല്ലോ, ആരാധന സ്ഥലം നശിപ്പിച്ചല്ലോ. നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, പണ്ടത്തെ പോലെ ആരാധനയുള്ള, തുടർമാന യാഗങ്ങളുള്ള, ഉത്സവങ്ങളുള്ള, സമാഗമ കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ പുരോഹിതൻ കയറുമ്പോൾ ശെക്കേന ഇറങ്ങുന്ന അനുഭവമുള്ള, ദൈവ തേജസ് ഇറങ്ങുന്ന ഒരു അനുഭവം, പണ്ടത്തെ പോലെ ആരാധനയുള്ള, പണ്ടത്തെ പോലെ പ്രാർത്ഥനയുള്ള, പണ്ടത്തെ പോലെ പാപത്തെ കുറിച്ച് കുറ്റബോധമുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് മടക്കി എന്നവൻ നിലവിളിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, തകർച്ച കണ്ട് കരയാൻ ഒരുവനുണ്ടോ? അവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി കരമടിച്ചു ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏതൊരു ഭക്തൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പണിയാൻ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പേ അവൻ കരയാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്.
കരച്ചിലില്ലാത്ത പ്രസംഗവും, കരച്ചിലില്ലാത്ത പ്രാർത്ഥനയും, കരച്ചിലില്ലാത്ത ഉപവാസവും ഒക്കെ ഒരു പക്ഷേ പരിധി വരെ അഭിനയമാണ്. എന്നാൽ ഇന്ന് രാത്രി അഭിനയമുള്ളവന് മതിൽ പണിയാൻ കഴിയത്തില്ല. അഭിനയിക്കുന്നവൻ ഇന്നലെ പിശാചു കത്തിച്ച വാതിൽ കെട്ടാനൊക്കത്തില്ല. കരയുന്നവന് മാത്രമേ വാതിൽ പണിയാൻ കഴിയത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? തകർച്ച കണ്ട് കരയുന്ന, തകർച്ച കണ്ട് നിലവിളിക്കുന്ന ദൈവദാസന്മാർ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കരച്ചിൽ പ്രാർത്ഥനയായി, പ്രാർത്ഥന ഒരു ദീർഘദിവസ ഉപവാസമായി. ഉപവാസം മുന്നോട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞു, നെഹമ്യാവേ, നിന്നെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കുമെടാ. ഹല്ലേലൂയ. നീ പണിയാൻ എഴുന്നേറ്റോ, കാര്യം ഞാൻ സാധിപ്പിക്കും. സൻബല്ലത്ത് എഴുന്നേറ്റേക്കാം. പ്രൈസ് ദി ലോർഡ്. തോബിയ എഴുന്നേറ്റേക്കാം. പേടിക്കണ്ട, ഞാനാ കൂടെ ഉള്ളത്. ഇന്ന് രാത്രി കരയുന്ന ദൈവ പൈതലേ, നീ പണിയാൻ എഴുന്നേൽക്ക്, പണിയാൻ എഴുന്നേൽക്ക്. പണിയിപ്പിക്കാൻ ദൈവശക്തനായവനാ. എത്ര അഭിഷക്തൻ വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി പണി ചെയ്യാൻ ദൈവം നിന്റെ കരങ്ങളിൽ. ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കണേ. യെസ്രാ എഴുന്നേറ്റു. അവൻ അഹവാ ആറ്റിന്റെ തീരത്ത് വന്നപ്പോൾ ഇരുന്ന് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെരുബ്ബാബേൽ എഴുന്നേറ്റു. അവൻ പണിക്ക് മുമ്പേ കരയാൻ തുടങ്ങി. ഇന്ന് രാത്രി അനേകരും പണി ആരംഭിക്കും മുമ്പേ പണിയാൻ കൂടെ നിൽക്കുന്നവരെ കരയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ, നെഹമ്യാവ് ആരെ കരയിപ്പിച്ചെന്നല്ല, അവൻ കരഞ്ഞു തുടങ്ങിയെന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മറ്റുള്ളവന്റെ കരച്ചിൽ കണ്ട്, മറ്റുള്ളവന്റെ വേദന കണ്ട് നീ സന്തോഷിച്ചിട്ട് കാര്യമില്ല. കൂടെ കരയാൻ നീ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്ക്. നിന്നെ കൊണ്ട് ദൈവം പണിയിപ്പിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം തകർത്ത പിശാച്, എല്ലാം മുടിച്ച പിശാച്, എല്ലാം തീ വച്ച് ചുട്ട പിശാച്, ചാരത്തിനകത്ത് കിടക്കുന്ന ചില കല്ലുകളെ നോക്കിട്ട് ചോദ്യം ചോദിച്ചു, ഈ ചണ്ടി കൂമ്പാരത്തിൽ നിന്ന്, ഞാൻ കത്തിച്ച ഈ വേസ്റ്റിനകത്തുനിന്ന് ഇനി കല്ല് ജീവിക്കുമോ? ഉത്തരം നെഹമ്യാവ് പറയും, എടാ, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവുണ്ടോ? കരയുന്ന നെഹമ്യാവുണ്ടോ? ദൈവം എഴുന്നേൽപ്പിച്ച നെഹമ്യാവുണ്ടോ? നീ എത്ര കരിച്ചു ചാരമാക്കിയാലും, നീ എത്ര തകർത്ത് മുടിച്ചാലും, അതിനകത്തുനിന്ന് പണിയിപ്പിക്കാൻ എന്റെ ദൈവം ഈ രാത്രി ശക്തനാ. വിശ്വസിച്ച് രണ്ട് കരം അടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഓ, ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണമേ. ഈ രാത്രി കരയാൻ, തകർച്ച കണ്ട് കരയാൻ, ആത്മീക മണ്ഡലത്തിലെ മൂല്യച്യുതി സംഭവിച്ച സമൂഹത്തെ കണ്ട് കരയാൻ ഒരു ദൈവദാസൻ എഴുന്നേൽക്കുമോ? പ്രൈസ് ദി ലോർഡ്. 1, 2, 3 നൂറ്റാണ്ടുകൾ പരിശുദ്ധാത്മാവ് സഭയുടെ നേതാവായിരുന്നപ്പോൾ സഭയ്ക്കകത്ത് പാപം ചെയ്ത് അനന്യാസ് വന്നാൽ ശവപ്പെട്ട് റെഡിയെ അടക്കാൻ, പാപം ചെയ്ത് അനന്യാസിന്റെ ഭാര്യ വന്നാൽ ശവപ്പെട്ട് റെഡിയെ അടക്കാൻ. എന്നാൽ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സഭകൾ പള്ളി മതങ്ങളായി മാറിയപ്പോൾ 16-ാം നൂറ്റാണ്ട് വരെ ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് പോയി, മഹത്വം പോയി. ഒരു സ്വത്രം പറയണേ. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് തിരിച്ചു വന്ന മഹത്വം 19-ാം നൂറ്റാണ്ടോടെ കേരളത്തിന് മാളിക്കത്താൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ 21-ാം നൂറ്റാണ്ടായപ്പോൾ ആളിക്കത്തിയ തീക്കകത്ത് മായം ചേർത്തിട്ട് ആളുകൂട്ടാൻ ദൈവകൃപ നഷ്ടപ്പെടുത്തി, വിശുദ്ധി നഷ്ടപ്പെടുത്തി, അഭിഷേകം നഷ്ടപ്പെടുത്തി. പലരും പലത് കാട്ടിക്കൂട്ടുമ്പോൾ ദൈവസഭ ആൾക്കൂട്ടമല്ല. എത്ര ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറുണ്ട്? ഇവിടെ ഒത്തിരി വേർപെട്ട സഭകൾ എന്ന് പേരെടുത്ത് ഒത്തിരി ആൾക്കൂട്ടം മെഗാ ചർച്ചുമുള്ളപ്പോൾ അതിന്റെ നടുവിൽ
ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ തികച്ചും വചനത്തിൽ അടിസ്ഥാനമിട്ട് എത്ര പേര് സ്തോത്രം പറയും? പ്രാർത്ഥിക്കുന്ന സഭ. ഇവിടുത്തെ സകല പത്രങ്ങൾ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, കരയുന്ന ഒരു സഭയുണ്ടെങ്കിൽ, വിശുദ്ധിക്കും വേർപാടിനും നിൽക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ അത് ദൈവസഭയാന്ന് പറയാൻ ഇന്ന് അത് തയ്യാറുള്ള ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. എനിക്ക് പിന്നാലെ ശുശ്രൂഷ ദൈവദാസൻ സ്റ്റേജ് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്തട്ടെ. ഏറ്റവും പുറകിൽ 12 കാളയുടെ പുറകിൽ നിന്ന ഒരുത്തനെ മിന്നപ്പോന്ന പലരും ശ്രദ്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മിന്നപ്പോന്ന പലരെയും ഏലിയാവ് ശ്രദ്ധിച്ചില്ല. പുറകിൽ പോന്ന ഒരു എലീശ 12 കാളയുടെ പുറകിൽ നിൽക്കുന്ന അവന് പുറകിലിരിക്കാനേ യോഗ്യതയുള്ളൂ, പുറകിൽ നിൽക്കാനേ യോഗ്യതയുള്ളൂ. തമ്പുരാൻ പറഞ്ഞു ഇടടാ പുതപ്പ് അവന്റെ മണ്ടയ്ക്ക്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഒരു പക്ഷേ ഏറ്റവും പുറകിലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറായ നിന്റെ മീതെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പിട്ട് നിന്റെ മേലൊരു അധികാരം തരുവാൻ. ഓ, 2 കരം അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീ ഇവിടെ ഇറങ്ങട്ടെ. ഒരിരട്ടി ആത്മശക്തിക്കായി. ഓ, രക്തത്താല വചനത്താല ജയം ചുടമനകൾ കനാദര വൗഷം ദുരാദര ചുടമനവര വൗഷരേദികാല കനാരി ബല വൗധാരമന വൗഷ പ്രമനാദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നീ വിശ്വസിക്ക്, എനിക്ക് വേണ്ടി ഒരു കാറ്റടിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മാത്രം കാറ്റിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. 60 കിലോയോ 80 കിലോ ഉള്ള ഏലിയാവിനെ മേലോട്ട് കൊണ്ടുപോകും. 3 കിലോ ഉള്ള പുതപ്പ് താഴോട്ട് വരും. സ്വോത്രം ആരും പറഞ്ഞില്ല. ഇന്ന് രാത്രി ചെറുത് മേലോട്ട് പോകട്ടെ, നിന്റെ മേൽ രാത്രി പുതപ്പ് വീഴട്ടെ. എത്ര പേർക്ക് ആരുടെ കർത്താവ് ഇന്ന് രാത്രി ഇരട്ടി ആത്മശക്തിയുള്ള മതില് പണിയാൻ, വാതില് പണിയുവാൻ, ഇടിഞ്ഞതിനെ പണിയുവാൻ, തകർച്ച മാറ്റുവാൻ, ദൈവമഹത്വം ഇറക്കുവാൻ ഒരു ഇരട്ടി ആത്മശക്തി എന്റെ മേൽ പകരുന്ന ഒരു പുതപ്പ് എന്റെ മേൽ വീഴണമേ. ഓ, ഹല്ലേലൂയ. യാക്കോബ് മടങ്ങി വന്നു. അവൻ കണ്ട സ്വർഗത്തോളം എത്തുന്ന ഗോവേണി വെളിപ്പെട്ട ദൈവം സംസാരിച്ച സ്ഥലത്തേക്ക് ദീർഘമായി 21 വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരികയാ. പോയതുപോലെ മടങ്ങി വന്നേ. ഇപ്പൊ 2 കൂട്ടം ആട്, 2 ഭാര്യ, 10-12 പിള്ളേര് എല്ലാമായി. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് പെരുകി, ആരോഗ്യം പെരുകി, ഭാര്യമാര് പെരുകി, പക്ഷെ കൃപ പെരുകിയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വോത്രവാര്യം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് സമ്പത്ത് കൊണ്ട് അവന് വഴിയെ പമ്മയതുകൊണ്ട് 2 കൂട്ടമാക്കിയേക്കുക. എന്ന ദൈവത്തിന്റെ പൈതലേ, യാബോക്ക് വന്നപ്പോ അവന് മനസ്സിലായി മടങ്ങി വരണോ, വഴി കിട്ടിയതൊക്കെ മാറ്റിയിട്ടിട്ട് വേർപെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആത്മീക യാത്രയിൽ പലതും വഴി കിട്ടി കാണാം, അതൊന്നും നിന്നെ അക്കരെ കൊണ്ടെത്തിക്കത്തില്ല. മടങ്ങി വരാൻ തയ്യാറാണോ? മടങ്ങി വരാൻ തയ്യാറാണോ? യാബോക്കിൽ ഹല്ലേലൂയ മുട്ടുമടക്കി യാക്കോബിനെ പോലെ. ഓ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൂത് അവസാനിപ്പിക്കട്ടെ. യാബോക്ക് മുട്ടുമടക്കിയപ്പോൾ എൻ്റെ ദൈവം യാക്കോബിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. യാക്കോബേ, ഹല്ലേലൂയ, ഇപ്പോഴോ യാക്കോബേ, ഞാൻ സൃഷ്ടിച്ചവനും ഇസ്രായേലേ ഞാൻ നിർമ്മിച്ചവനുമായി നിന്നോട് കാര്യം പറയുന്നു. നീ മുട്ടുമടക്കാൻ തയ്യാറാകും. മടങ്ങി വരവിൽ മുട്ടുമടക്കാൻ, രാത്രി മുഴുവൻ മല്ല് പിടിക്കുവാൻ, നിലവിളിക്കാൻ തയ്യാറായതുകൊണ്ട് എടാ മോനെ, നാളെ നീ വെള്ളത്തിൽ കൂടി പോകേണ്ടി വരുമടാ, വെള്ളം നിന്നെ മുക്കത്തില്ല. നദിയിൽ കൂടി പോകേണ്ടി വരുമടാ, നദി നിന്റെ മീതെ കവിയത്തില്ല. തീയിലിറങ്ങേണ്ടി വരുമടാ, ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ തയ്യാറോടെ മടങ്ങി വാ. നിന്റെ മുമ്പിൽ പെരുവെള്ളം ഇളകി വരട്ടെ, പർവ്വതം ഇരച്ചു കലങ്ങിയ സമുദ്രത്തിൽ വീഴട്ടെ, കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന, മടങ്ങി വരുന്ന, നിലവിളിക്കുന്ന നിന്റെ മേൽ അത് കയറാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ എന്റെ ദൈവശക്തന. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അതേ കർത്താവേ, 2010 ജനുവരി മാസം 19-ാം തീയതി ഞങ്ങളുടെ ദൈവത്തിന്റെ ദാസന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ദർശന പ്രകാരം കേരളത്തിലെ 1200-ൽ പല സഭകളിലെ ദൈവദാസന്മാർ ദൈവജനത്തോട് പറയുവാൻ ലഭിച്ച തീമിന്റെ അടിസ്ഥാനത്തിൽ കേട്ട ദൂതിന്റെ മുമ്പിൽ ഞങ്ങളൊന്ന് മടങ്ങി വരാൻ പോകുകയാ.
ഇന്നലകളിൽ ശത്രു ഇടിച്ചതിനെ പണിയാൻ, പൊളിച്ചതിനെ പണിയാൻ, നഷ്ടപ്പെട്ട വിശുദ്ധി മടക്കിക്കൊണ്ടിരുവാൻ, നഷ്ടപ്പെട്ട വേർപാട് മടക്കി വരുത്തുവാൻ, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടക്കി വരുത്തുവാൻ, നഷ്ടപ്പെട്ട ഉപവാസം മടക്കി വരുത്തുവാൻ ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ശുശ്രൂഷ കാലഘട്ടം എൻ്റെ സഭയിൽ ഇനിയും ദൈവം തരുന്നെങ്കിൽ ആ സമയം ഞാനും എൻ്റെ സഭയും എൻ്റെ കുടുംബവും ജനത്തെ ഒരു മടങ്ങി വരവിലേക്ക് നടത്തും. തീരുമാനമുള്ള കരങ്ങൾ ഉയരട്ടെ. ഒരു നിമിഷം ആ കരങ്ങൾ താക്കരുത്. ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. എല്ലാ നുഖങ്ങളെ ഒടിക്കുന്ന ഒരഭിഷേകം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരട്ടെ. രണ്ട് കരം ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കാം. ഓ കർത്താവേ, ഞങ്ങളുടെ ബഹുമാന്യ ഓവർസിയർ റെവറൻഡ് എം കുഞ്ഞപ്പയുടെ ഉള്ളത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദൈവാത്മാവ് നൽകിയ ഈ അനുഗ്രഹീത തീമിനായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന ജനം ഒരുമിച്ച് ഈ രാത്രി മുതൽ കർത്താവേ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. ആദ്യ മഹത്വം ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. ആദ്യ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. ആദ്യ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. ആദ്യ വിശുദ്ധിയിലേക്ക് സഭ മടങ്ങി വരുവാൻ, ആദ്യ വേർപാടിലേക്ക് സഭ മടങ്ങി വരുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ അഭിഷക്തന്മാരുടെ മേൽ രണ്ടു കരമുയർത്തി വചനത്തിന്റെ മുമ്പിൽ അനുസരിക്കുന്നവരായി എഴുന്നേറ്റ ഈ നിന്റെ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവേ തൃക്കരം നീട്ടി തിരുമുഖം പ്രകാശിപ്പിച്ച് ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത, കേരളത്തെ ഉഴുതുമറിക്കുന്ന, ഇന്ത്യയെ ഉഴുതുമറിക്കുന്ന ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ ദാസന്മാരുടെ വ്യാപരിക്കട്ടെ. പ്രാപിച്ചുകൊണ്ട് കരമടിച്ച് ദൈവത്തെ ഒരു നിമിഷം ആരാധിക്കാം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ഓ Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക ശക്തിയോടെ.